കേവലം 10 വർഷം കൊണ്ട് ഇന്ത്യ തന്നെ ഉറ്റുനോക്കുന്ന രീതിയിൽ വളർന്ന ഒരു വ്യക്തി, ആരുടെയും സപ്പോർട്ടില്ലാതെ വളർന്നു വന്ന വ്യക്തി. ഇതെല്ലാം തൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടാണോ അതോ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണോ? അദാനിയുടെ ജീവിതം മാറി മറിഞ്ഞത് എങ്ങനെയെന്ന് നോക്കാം. ഇന്ന് ലോകത്തെ സമ്പന്നന്മാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഈ ഒരു വ്യക്തിയും കാണും. നിലവിൽ ചില കാരണങ്ങൾ കൊണ്ട് തകർന്നു പോയെങ്കിലും കേവലം 10 വർഷം കൊണ്ടാണ് അദാനി ഈ സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. ഈ ഒരു ചെറിയ സമയം കൊണ്ട് എങ്ങനെയാണ് അദാനി ഈ സമ്പത്ത് വളർത്തിയെടുത്തത്? എല്ലാം ഹാർഡ് വർക്ക് കൊണ്ടാണോ അതോ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണോ? ഇന്ന് ഇന്ത്യയിലെ പവർഫുൾ പീപ്പിൾസിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ പോലും രാഷ്ട്രീയ നേതാക്കളെ കൂടാതെ അദാനി മുന്നിൽ തന്നെയാണ്. കാരണം ഇന്ന് അദാനിയുടെ സമ്പത്ത് 100 ബില്യൺ അമേരിക്കൻ ഡോളേഴ്സാണ്. കൊറോണ സമയത്ത് പോലും സാധാരണ ജനങ്ങൾ ജോലിയും ഭക്ഷണവും ഇല്ലാതെ വലഞ്ഞപ്പോൾ പോലും അദാനി ഒരു ദിവസം 780 കോടിയിലേറെ രൂപ വരുമാനമുണ്ടാക്കിക്കൊണ്ടിരുന്നു. കേട്ടാൽ അസൂയ തോന്നുമെങ്കിലും നമ്മളെ പോലെ തന്നെ അദാനിയും ഒരു മിഡിൽ ക്ലാസ്സിൽ ജനിച്ച വ്യക്തിയാണ്. ദിവസ വരുമാനത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച വ്യക്തി. 1962 ജൂൺ 24 ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് അദാനി ജനിച്ചത്. ഗൗതം ശാന്തിലാൽ അദാനി എന്നാണ് മുഴുവൻ പേര്. അദാനിയുടെ കൂടപ്പിറപ്പായ 7 പേരുമുണ്ട്. അച്ഛൻ സാധാരണ ഒരു തുണി കച്ചവടക്കാരനാണ്. ചെറുപ്പം മുതൽ തന്നെ പഠിക്കാൻ മിടുക്കനായിരുന്ന അദാനി ബിസിനസ് ലക്ഷ്യമുള്ള വ്യക്തിയുമായിരുന്നു. എന്തെങ്കിലും പുതിയതും വലുതുമായ ബിസിനസ് ചെയ്യണമെന്ന ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ കോളേജ് പഠനം നിർത്തി 1978 തൻ്റെ 16-ാം വയസ്സിൽ മുംബൈയിലേക്ക് വണ്ടി കയറുകയാണ്. അവിടുത്തെ മഹേന്ദ്ര ബ്രദേഴ്സ് എന്ന വലിയ ഡയമണ്ട് ഷോപ്പിൽ ഡയമണ്ട് വേർതിരിക്കുന്ന ഒരു ജോലിയിൽ ഏർപ്പെടുന്നു. തുടർന്ന് 2 വർഷം കൊണ്ട് സ്വന്തമായി ഒരു ഡയമണ്ട് ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇന്നത്തെ അദാനി സാമ്രാജ്യം തുടങ്ങുന്നത് ഇവിടെ വെച്ചാണ്. ആ സമയത്താണ് അദാനിയുടെ സഹോദരൻ മഹഷുഖ് ഭായ് അദാനി അഹമ്മദാബാദിൽ ഒരു പ്ലാസ്റ്റിക് നിർമ്മിക്കുന്ന കമ്പനി വാങ്ങുകയും അവരെ സഹായിക്കാൻ അദാനിയെ ഗുജറാത്തിൽ വരാനും ആവശ്യപ്പെടുന്നത്. തുടർന്ന് അദാനിയും അതനുസരിച്ച് അഹമ്മദാബാദിൽ വന്ന് ആ പ്ലാസ്റ്റിക് കമ്പനിയും നോക്കി നടത്തുകയാണ്. അവിടെ നിന്ന് തന്നെ പല ഷോപ്പുകളിലേക്കും പ്ലാസ്റ്റിക് എക്സ്പോർട്ട് ചെയ്യാനും തുടങ്ങി. അവിടെയാണ് അദാനി എക്സ്പേർട്സ് എന്ന പേരിൽ ആദ്യ ചുവട് വയ്ക്കുന്നത്. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന അദാനി എന്റർപ്രൈസസ് ആയി മാറിയിരിക്കുന്നത്. ഈ ഒരു സമയത്താണ് ഗുജറാത്ത് ഗവൺമെന്റ് മുന്ദ്ര തുറമുഖത്തെ സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിക്കുന്നത്. ഇതറിഞ്ഞ അദാനി എങ്ങനെയെങ്കിലും അത് വാങ്ങാൻ ആഗ്രഹിക്കുന്നു. അദാനി എന്ത് തന്നെ ബിസിനസ് മൈൻഡഡ് ആണെങ്കിലും അതുകൊണ്ട് മാത്രം മുന്നിൽ വരാൻ പറ്റില്ലെന്നും രാഷ്ട്രീയ ഇടപെടലില്ലാതെ ഒന്നും നടക്കില്ലെന്ന് ചിന്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരണമെടുത്താലും നമുക്ക് ഒരു പ്രശ്നവും വരാതെ തുടരണമെന്ന് ചിന്തിച്ച് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരോടും സൗഹൃദം പുലർത്താൻ തീരുമാനിച്ചു. ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് മോദിയുടെയും BJPയുടെയും സഹായത്തിലാണ് അദാനി ജീവിക്കുന്നത് എന്നാണ്. അദാനിയുടെ അടുത്ത ഘട്ടത്തിലേക്കുള്ള ചുവടുവയ്പ്പിന് BJPയുടെ സഹായം ഏറെക്കുറെ ലഭ്യമായിരുന്നു. പക്ഷെ അത് മോദിയിൽ നിന്നായിരുന്നില്ല. അദാനിയുടെ ആദ്യഘട്ടത്തിൽ മോദി ചിത്രത്തിലേ ഇല്ല. 1995 ഗുജറാത്ത് CM ആയിരുന്നു കേശുഭായ് പട്ടേലിന് കൂടെ അദാനി നല്ല സൗഹൃദം സ്ഥാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മുന്ദ്ര തുറമുഖം അദാനിക്ക് ലഭിക്കുകയും ചെയ്തത്. തുടർന്ന് കേശുഭായ് പട്ടേലിൽ നിന്നും മോദിയിലേക്ക് ഭരണം മാറുകയും ചെയ്തു. ഈ സമയങ്ങളിൽ ഒന്നും തന്നെ മോദിയുമായി അദാനിക്ക് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. 2002 ഗോദ്ര ട്രെയിൻ കത്തിയതും വലിയ രീതിയിലുള്ള കലാപം രൂപം കൊള്ളുകയും ഒരുപാട് ജനങ്ങൾ മരണപ്പെടുകയും ഉണ്ടായി. അതിന്റെ ഉത്തരവാദിത്തം മുഴുവനും അന്നത്തെ മോദി സർക്കാരിനെ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അന്നത്തെ ബിസിനസ്സുകാരെല്ലാം ഗുജറാത്തിൽ തുടർന്ന് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തയ്യാറായിരുന്നില്ല. ചിലർ മാത്രമാണ് അവിടുത്തെ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്തു നിന്നത്. അതിലൊരാളായിരുന്നു അദാനി. ആ ഒരു സാഹചര്യത്തിൽ ഗുജറാത്തിനെ മുന്നിൽ കൊണ്ടുവരാൻ അന്നത്തെ ഗവൺമെന്റ് ഒരു ഗ്ലോബൽ സമ്മിറ്റ് തയ്യാറാക്കുകയാണ്. ഈ ഒരു സാഹചര്യം മുതലാക്കി 15,000 കോടിയോളം രൂപ ഇൻവെസ്റ്റ്മെന്റ് നടത്തി അദാനി ഗുജറാത്തിനെ സപ്പോർട്ട് ചെയ്തു. അതിനുശേഷമാണ് മോദിക്കും അദാനിക്കും വലിയ സൗഹൃദം രൂപം കൊള്ളുന്നത്. തുടർന്ന് ഗുജറാത്തിലെ ഏതൊരു ബിസിനസ് നടന്നാലും അദാനിയുടെ സ്വാധീനം ഉണ്ടായിരുന്നു. ഗുജറാത്തിലെ ബിസിനസ് മുതലാളിത്തം തന്നെ അദാനി കൈകളിൽ കൊണ്ടുവന്നു.
തുടർന്ന് മോദി പ്രൈം മിനിസ്റ്റർ ആയതിനു ശേഷം ഇന്ത്യയിലെ ഏതൊരു ബിസിനസ് നടന്നാലും ഏതെങ്കിലും തരത്തിൽ അദാനിയുടെ സ്വാധീനമുണ്ടെന്ന് പറയപ്പെടുന്നു. കഴിഞ്ഞ 10 വർഷമായി അദാനി സാമ്രാജ്യം വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് 2018 ഇന്ത്യയിലെ 6 വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കാൻ ഗവൺമെന്റ് തയ്യാറാവുന്നത്. അതിൽ മുൻ പരിചയമില്ലാത്ത ഒരു കമ്പനിയുടെ കൂടെ ബിസിനസ് നടത്താൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അത് മുഴുവൻ ഇന്ത്യക്കാർക്കും അത്ഭുതമായി മാറി. അതിനെ അദാനി നന്നായി ഉപയോഗിച്ച് ആ 6 വിമാനത്താവളത്തെയും അദാനി ലേലത്തിൽ സ്വന്തമാക്കി. അങ്ങനെ എല്ലായിടത്തും അദാനി തന്റെ കാൽവയ്പ് നടത്തുകയും ചെയ്തു. ഇങ്ങനെയാണ് വെറും 10 വർഷം കൊണ്ട് ഇന്ത്യയിലെ കോടീശ്വരനായി മാറിയത്. ലോക കോടീശ്വരന്മാരുടെ പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്തു. ഇന്ന് അദാനി താമസിക്കുന്ന വീടിന്റെ മൂല്യം ഏകദേശം 400 കോടിയോളം രൂപയാണ്. ഗുജറാത്തിലെ അദാനി ഹൗസ് എന്നാണ് പേര്. കൂടാതെ 3 ജെറ്റ് വിമാനങ്ങളും അദാനി സ്വന്തമാക്കിയിട്ടുണ്ട്. 500 കോടിയിലേറെ വിലമതിക്കുന്ന ബോംബർഡെയർ ഗ്ലോബൽ, ഹോക്കർ ബീച്ച് ക്രാഫ്റ്റ് എന്നീ 2 വിമാനവും 180-ലേറെ കോടി വില വരുന്ന എൻബറർ ലെഗസി എന്ന വിമാനവും ഇവ കൂടാതെ 40 ഹെലികോപ്റ്റേഴ്സും അദാനി സ്വന്തമാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് AW139 എന്ന ഇന്ത്യയിലെ പ്രധാന നേതാക്കളെല്ലാം തന്നെ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററാണ്. ഇവയൊന്നും കൂടാതെ റോൾസ് റോയ്സ്, ഫെറാറി, ഓഡി, BMW എന്നീ ഒരുപാട് മോഡൽ കാറുകളും അദാനി സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി പറയാൻ പറ്റുമോ അദാനിയുടെ ഈ വളർച്ച അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്കും മാസ്റ്റർ മൈൻഡും കൊണ്ടാണോ അതോ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണോ എന്ന്?